തിരുവനന്തപുരം വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് സമീപം കാർ ബൈക്കിലിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു. ശ്രീകണ്ഠേശ്വരം സ്വദേശി സൂരജിനും സുഹൃത്തിനുമാണ് പരിക്കേറ്റത്. നടൻ മണിയമ്പിള്ള രാജുവിന്റെ കാറാണെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ വാഹനം ഓടിച്ചതാരാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും. തിരുവനന്തപുരത്ത് ഈ അപകടത്തിന്റെ വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? കാർ ഓടിച്ചതാരാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞോ? വെരി ഗുഡ് മോർണിംഗ് SKN. കാർ ഓടിച്ചിരിക്കുന്നത് മണിയമ്പിള്ള രാജു തന്നെയാണെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി 10:30 വഴുതക്കാടുള്ള ട്രിവാൻഡ്രം ക്ലബ്ബ്, അതിന് മുമ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നമുക്കിവിടെ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഈ ക്ലബിന്റെ പരിസരത്ത് നിന്നാണ് കാർ വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ വെള്ളയമ്പലം ഭാഗത്ത് നിന്ന് തമ്പാനൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അവിടേക്ക് പോകുന്ന ബൈക്കായിരുന്നു. ഇവിടെ നിന്ന് പെട്ടെന്ന് ഇത് യൂട്ടേൺ അടിച്ചുകൊണ്ടാണ് കാർ വരികയും യൂട്ടേൺ അടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇത് ഇടിച്ചു തെറിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇടിച്ചു തെറിപ്പിച്ച് ഇവർ സഞ്ചരിച്ചിരുന്നത് റോയൽ എൻഫീൽഡിന്റെ ഹണ്ടർ 350 ബൈക്കായിരുന്നു. ബൈക്കിന് പക്ഷേ കാര്യമായ പരിക്കൊന്നും കാണാനില്ല. നമുക്കറിയാം, ബുള്ളറ്റ് അത്ര വീണ് കഴിഞ്ഞാലും അത്ര ബുള്ളറ്റിന് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പക്ഷേ ഈ രണ്ടുപേർക്കും നല്ല പരിക്കേറ്റിട്ടുണ്ട്. അതിൽ സൂരജിന് കാലിന് എല്ലിൽ പൊട്ടലുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ നിവേദ് കൃഷ്ണയ്ക്കും കാലിന്റെ 2 കാലിലും അസ്ഥികൾ ഒടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ കാർ നിർത്താതെ പോവുകയാണ് ഉണ്ടായത്. ഇതിൽ കാറിന്റെ RC ഓണർ സുധീർ കുമാർ രാജു എന്നായിരുന്നു. തുടർന്നാണ് ഇത് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഇത് മണിയമ്പിള്ള രാജു ആണെന്ന് വ്യക്തമാവുകയായിരുന്നു. തുടർന്ന് മണിയമ്പിള്ള രാജു തന്നെയാണ് വാഹനം ഓടിച്ചത് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. വാഹനങ്ങളുടെ പൊട്ടും പാടുകളും മറ്റു സാധനങ്ങളും എല്ലാം ഇവിടെ ചെതറിക്കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഓടിച്ചിരിക്കുന്ന കാറ് വോൾവോ ആണ്. അത് അമിത വേഗതയിൽ ഇവിടെ നിന്ന് ഈ ക്ലബിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. ക്ലബിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഈ വെള്ളയമ്പലം ഭാഗത്തേക്ക്, അദ്ദേഹത്തിന്റെ വീട് ജവഹർ നഗറിലാണ്, വെള്ളയമ്പലം ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് എതിരിൽ വരുന്ന വാഹനത്തിന്, ഈ ബൈക്കിന് ഇടിക്കുകയായിരുന്നു. ബൈക്കിലെ ദൃശ്യങ്ങൾ കാണാം. ഈ ബുള്ളറ്റിന് കാര്യമായ ഇതൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ വാഹനത്തിലുണ്ടായിരുന്ന 2 യുവാക്കൾക്കും അസ്ഥികളിലെല്ലാം പല ഭാഗങ്ങളും 2 കാലിലും ഒടിവുണ്ടായിട്ടുണ്ട്. അതിൽ ഒരാൾക്ക്, മറ്റൊരാൾക്കും എല്ലിൽ പൊട്ടലുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇത് CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനിടയിലാണ് മണിയമ്പിള്ള രാജു തന്നെയാണ് ഇത് ഈ കാർ ഓടിച്ചിരുന്നത്, ഈ വോൾവോ കാർ ഓടിച്ചിരുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് മണിയമ്പിള്ള തന്നെ സ്ഥിരീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇവിടെ എത്തുകയും ഈ ക്ലബിലെത്തുകയും ട്രിവാൻഡ്രം ക്ലബിലെത്തുകയും കൂടുതൽ പരിശോധനകൾ നടത്തുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നൊരു വിവരം. SKN. വിനേഷ്, ശരിക്കും ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് എന്തെങ്കിലും വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ടോ? എന്താണ് നമുക്ക് അതിനെക്കുറിച്ച് ലഭിക്കുന്ന വിവരം? മാത്രമല്ല, ഈ കാറ് ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ബൈക്കുകൾ ഓവർ സ്പീഡിലായിരുന്നു എന്നൊക്കെ വാർത്തകളും വരുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? SKN, ഇന്നലെ 10:30 ഈ കാറ് ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആ സമയമാണ് ഇതിൽ ബൈക്ക് പാസ് ചെയ്തു പോകുന്നത്. പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കാറും രാത്രി 10:30 അമിത വേഗതയിൽ ഒന്നുമല്ല, കാരണം അമിത വേഗതയിലേക്ക് ബൈക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാറ് പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നതിനിടയിൽ ഈ വെള്ളയമ്പലം ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ബൈക്കിന് ഇടിക്കുകയായിരുന്നു ചെയ്ത്. ആ ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്നുള്ളവർ തെറിച്ച് റോഡിലേക്ക് വീഴുകയും അവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഇദ്ദേഹം, ഈ മണിയമ്പിള്ള രാജു തന്നെയായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് സംശയമൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം മദ്യപിച്ചിരുന്നോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കാരണം ഇന്നലെ തന്നെ കൃത്യമായി പരിശോധന നടത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഈ വോൾവോ കാർ നിർത്താതെ പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്നലെ പരിശോധന നടത്തേണ്ടതായിരുന്നു വാഹനം ഓടിച്ച ആളെ. പക്ഷേ അത് പോലീസിന് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ സമയം രാത്രിയിൽ അദ്ദേഹത്തിന്റെ പോർച്ചിൽ ഈ വോൾവോ കാർ ഇല്ലായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് പോവും. ഒപ്പം തന്നെ ഇവിടുത്തെ CCTV ദൃശ്യങ്ങളുണ്ടാവും. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലൂടെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.